വെൽക്കം ടു ലിയ. നമ്മളിപ്പോൾ ഇവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടാൻ റിമൂവിങ് ഫേഷ്യലാണ് ചെയ്തിട്ടുള്ളത്. അനിറ്റ ടീച്ചർക്കാണ് ചെയ്തത്. നമുക്ക് ടീച്ചറിനോട് തന്നെ അതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിച്ചറിയാം. ഹായ്, എൻ്റെ പേര് അനീറ്റ. ഞാനൊരു ടീച്ചറാണ്. ഒരു വർഷം മുന്നാണ് ലിയയിൽ ആദ്യമായിട്ട് വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. ഇവിടുത്തെ എക്സ്പീരിയൻസ് വളരെ നല്ല രീതിയിലുള്ളതായിരുന്നു. ഞാൻ പല സ്ഥലത്തും ഇതിന് മുന്നേ പോയിട്ടുണ്ടെങ്കിലും എൻ്റെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭിച്ചത് ഇവിടെ നിന്നാണ്. ഇന്ന് ചെയ്ത ഫേഷ്യലും എൻ്റെ മുഖത്തിന് നന്നായിട്ട് സ്യൂട്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചേച്ചി, ഞാൻ വന്നത് ടാൻ റിമൂവലിന് വേണ്ടിയാണ്. ഹൈഡ്ര ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. വന്നപ്പോൾ ചേച്ചിയാണ് പറഞ്ഞത് അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഹൈഡ്ര മാറ്റിയിട്ട് ഈ അഡ്വാൻസ്ഡ് ചെയ്യാനുള്ള കാരണം? ആക്ച്വലി നമുക്ക് ടാൻ റിമൂവിങ്ങിന് പലതരം ഫേഷ്യൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ അഡ്വാൻസ്ഡ് ഇപ്പോൾ ചെയ്ത ഈ ടാൻ റിമൂവിങ് ഫേഷ്യൽ ഉൾപ്പെടെ വേറെയും പല ടാൻ റിമൂവിങ് ഫേഷ്യൽസും ഹൈഡ്ര ഫേഷ്യലും കാർബൺ ഫേഷ്യലും ഒക്കെ അവൈലബിൾ ആണ്. അതിപ്പോൾ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് അനുസരിച്ച് അവരുടെ പ്രോബ്ലം അനുസരിച്ചിട്ടാണ് നമ്മളത് ഡിസൈഡ് ചെയ്യുന്നത്. ടീച്ചർക്ക് ഇപ്പോൾ ഞാൻ ഹൈഡ്ര ഫേഷ്യൽ തരാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറുടെ സ്കിന്നിലുണ്ടായിരുന്ന ടാനിൻ്റെ ആ ഒരു ലെവൽ അനുസരിച്ചും പിന്നെ വല്ലാണ്ടങ്ങ് സ്പോസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഫേസിൽ. അങ്ങനെയൊക്കെ വെച്ചിട്ട് അതിനേക്കാളും കൂടുതൽ റിസൾട്ട് എനിക്ക് തരാൻ പറ്റുന്നത് ഈ ഫേഷ്യലായിരുന്നു. അതുകൊണ്ടാണ് ടീച്ചർക്ക് ഇപ്പോൾ ഞാനിത് സജസ്റ്റ് ചെയ്തത്. ചേച്ചി, ഇനിയിപ്പോൾ ഞാൻ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തത് ടാനിന്. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആഫ്റ്റർ കെയർ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും നമ്മളത് ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 തൊട്ട് 45 ദിവസം വരെ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ഫേസിലുണ്ടാവും. അതങ്ങനെ തന്നെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്തേ മതിയാകത്തുള്ളൂ. അതായത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ. അപ്പോൾ ക്ലെൻസ് ചെയ്യുക, ടോൺ ചെയ്യുക, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അങ്ങനെ അത് കണ്ടിന്യൂ പ്രോസസ്സിൽ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഈ സ്കിൻ ടോൺ ഇങ്ങനെ തന്നെ ഒരു 30 തൊട്ട് 45 ദിവസം വരെ നിലനിർത്താനായിട്ട് സാധിക്കും. ചേച്ചി, ഇപ്പം ഞാൻ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തത്. എനിക്ക് ഹൈഡ്ര ആയിരുന്നു ഞാൻ താല്പര്യപ്പെട്ട് വന്ന്. ചേച്ചി മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു, നമ്മൾ ചെയ്തു. എനിക്കിത് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഹൈഡ്രയും കാർബണും ഒക്കെ ആർക്കാണ് സജസ്റ്റ് ചെയ്യുക നിലവിൽ? കാർബൺ ഫേഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫേഷ്യലാണ് കാർബൺ ഫേഷ്യൽ. പക്ഷെ അത് കൂടുതലും സ്യൂട്ട് ആവുന്നത് അത് നമുക്ക് ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ടുള്ള പാടുകൾ, കുഴികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ബർത്ത് മാർക്കുകൾ വന്നിട്ടുള്ളവർ, വല്ലാണ്ടങ്ങ് ടാൻ വന്നിട്ട് അൺഇവൻ സ്കിന്നായിട്ടിരിക്കുന്നവർക്ക്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കാർബൺ ഫേഷ്യൽ വളരെ നല്ലതാണ്. ടീച്ചർക്കും കാർബൺ ഫേഷ്യൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു ലെവൽ അനുസരിച്ചിട്ടും നമുക്ക് ഒരു കണ്ടിന്യൂ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ലാത്തത് കൊണ്ടുമാണ് ടീച്ചർക്ക് ഇപ്പോൾ നമുക്കൊരു ടാൻ റിമൂവിങ് ഈ തരത്തിൽ ഫേഷ്യൽ നമ്മൾ ക്രമീകരിച്ചത്. അപ്പോൾ കാർബൺ ഫേഷ്യലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതൊരു കണ്ടിന്യൂ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളവർക്കും ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള മറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്കും ഏറ്റവും നല്ലത് കാർബൺ ഫേഷ്യൽ തന്നെയാണ്. പിന്നെ ഹൈഡ്ര ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം ഓയിലായിട്ടുള്ളതും വല്ലാണ്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ആയിട്ട് അൺഇവനായിട്ടുള്ള സ്കിന്നിന് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഹൈഡ്ര ഫേഷ്യൽ. ഇതെല്ലാം ആക്ച്വലി ടാൻ റിമൂവിങ്ങിന് വേണ്ടിയിട്ടും സ്കിൻ റിജുവനേഷന് വേണ്ടിയിട്ടുമുള്ള ഫേഷ്യൽസുകളാണ് ഇത് മൂന്നും. ചേച്ചി, ഞാൻ 1 വർഷമായിട്ട് ഇവിടെ വരുന്ന ആളാണ്. എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ ഇവിടെ വന്നു. എനിക്ക് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റുകൾ ഫേഷ്യലായാലും സ്പാ ആയാലും ഞാൻ റെഗുലറായിട്ട് ഇവിടുന്ന് ചെയ്യുന്ന ആളാണ്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി, ഇപ്പം വീഡിയോ കാണുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. എന്തുകൊണ്ട് മറ്റുള്ള പാർലറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലിയ ചൂസ് ചെയ്യണം? അതിനുള്ള ഉത്തരം ടീച്ചർ തന്നെയാണ്. ടീച്ചർ എന്തായാലും 1 ഇയർ തൊട്ട് എൻ്റെ ഒരു കസ്റ്റമറാണ് അല്ലയോ. അപ്പോൾ ഇതുപോലെയുള്ള എൻ്റെ അടുത്ത് നിന്ന് സർവീസ് എടുക്കുന്ന മറ്റൊരു വ്യക്തികൾ തന്നെ എനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിവേ, ഞാൻ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്, ഒരു കോസ്മെറ്റോളജിസ്റ്റും കൂടിയാണ്. ഞാൻ അത്യാവശ്യം ഒരുവിധം നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടും അവരുടെ പ്രോബ്ലംസ് അനുസരിച്ചിട്ടുമാണ് സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും ഞാൻ അവർക്കുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കാറുള്ളൂ. അല്ലാണ്ട് അവരിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചെങ്കിൽ വന്നാൽ തന്നെ ഡയറക്റ്റ് നമ്മൾ അതിലേക്ക് മൂവ് ചെയ്യത്തില്ല. നമ്മൾ അവരെ ഇരുത്തി ഒരു കൺസൾട്ടേഷന് ശേഷം മാത്രമാണ് അവർക്ക് ആ സർവീസ് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ അത് പ്രയോജനം ചെയ്യാനായിട്ടും ഭാവിയിൽ അവരെന്നെ ഓർത്തിരിക്കാനും വീണ്ടും എൻ്റെ അടുത്ത് സർവീസ് വരാനും അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ നമ്മളെ സജസ്റ്റ് ചെയ്യാനും ഒക്കെ അത് പ്രയോജനപ്പെടുന്നുണ്ട്. ചേച്ചി, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ട് വഴി ഒരു ആഡ് കണ്ടിരുന്നു, നമ്മുടെ ഗോൾഡൻ ഫേഷ്യലിൻ്റെ buy 2 get 1 ഫ്രീ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലുള്ള ഓഫേഴ്സ് നമുക്ക് കിട്ടാൻ പെട്ടെന്ന് അറിയാനായിട്ട് എന്താ മാർഗമുള്ളത്? നമുക്കിവിടെ പാർലറിനൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ പോസ്റ്റുകൾ ഇടാറുണ്ട്. ഓഫറുകളും അതിൽ കൂടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ലിയ ബ്യൂട്ടി സ്റ്റുഡിയോയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം.